സുപ്രധാനമായ വിധി ന്യായം വാർത്ത ഏതെങ്കിലും മലയാള മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടോ? ഉണ്ടാകാൻ ഇടയില്ല. വി ഷുഡ് എലിമിനേറ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ്. ദ റിസ്ക് ഓഫ് ബീങ് ഹാക്ഡ് ബൈ ഹ്യൂമൻസ് ഓർ AI വൈൽ സ്മോൾ ഈസ് ടു ഹൈ. ഇതാണ് ഇലോൺ മസ്ക് പറഞ്ഞത്. ഇലോൺ മസ്ക് ഇത് പറഞ്ഞത് ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനെ കുറിച്ചല്ല. ഇലോൺ മസ്ക് പറഞ്ഞത് പ്യൂർട്ടോറിക്കോയിലെ വോട്ടിംഗ് മെഷീനെ കുറിച്ചായിരുന്നു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. വീണ്ടും ഒരു വിവാദത്തിന് കൂടി തിരി കൊളുത്തപ്പെട്ടിരിക്കുന്നു. ഇത്തവണ തിരി കൊളുത്തിരിക്കുന്നത് ഇലോൺ മസ്ക് ആണ്. വിവാദത്തിൻ്റെ കേന്ദ്രബിന്ദു നമ്മുടെ പാവം EVM. കൊളുത്തിയ തിരിയിൽ നിന്നും ചൂട്ട് കത്തിച്ചിട്ടുണ്ട് ശ്രീമാൻ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും. ഈ കൊളുത്തിയ തിരിയിൽ നിന്നും ഇനിയും ആരൊക്കെ ചൂട്ട് കത്തിക്കും എന്ന് അറിയില്ല. ത്രിലോചൻ ശാസ്ത്രിയുടെ കമ്പനിയായ ADR, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്, കുറേ കാലമായി EVMൻ്റെ പിറകെയാണ്. ഏറ്റവും ഒടുവിൽ അവർ സുപ്രീം കോടതിയിൽ കൊടുത്ത കേസിൽ EVM നിരോധിക്കണം എന്നൊന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. പകരം പോൾ ചെയ്യപ്പെടുന്ന മുഴുവൻ വിവിപാറ്റും എണ്ണണമെന്നായിരുന്നു അവരുടെ ആവശ്യം. വിവിപാറ്റ് മുഴുവൻ എണ്ണുന്നതും തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിലാക്കി ആ ബാലറ്റ് മുഴുവൻ എണ്ണുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അവരുടെ ഈ ആവശ്യം നിരാകരിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യ പോലെ ബൃഹത്തായ ഒരു രാജ്യത്ത് 96,80,00,000 വോട്ടർമാരുള്ള ഒരു രാജ്യത്ത് ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോവുക എന്നത് അസാധ്യവും അപ്രായോഗികവുമായ ഒന്നായിരുന്നു എന്നാണ് സുപ്രീം കോടതി അന്ന് പറഞ്ഞത്. കൂടാതെ ജസ്റ്റിസ് ദീപാങ്കർ ദത്ത തന്റെ സെപ്പറേറ്റ് വിധിന്യായത്തിൽ സുപ്രധാനമായ ചില കാര്യങ്ങൾ കൂടി പറയുകയുണ്ടായി. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത said, "Constitutional courts should nip in the bud a fast developing trend among certain vested groups to undermine the achievements of the nation earned through the hard work and dedication of its sincere workforce." അദ്ദേഹം പിന്നീട് ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു, "There seems to be a concerted effort to discredit, diminish and weaken the progress of this great nation on every possible frontier. Any such effort or rather attempt has to be nipped in the bud. No constitutional court, far less this court, would allow such attempt to succeed as long as the court has a say in this matter." ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അദ്ദേഹത്തിൻ്റെ ഒരു സെപ്പറേറ്റ് വിധിന്യായത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സിസ്റ്റത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, "ഒരു രാഷ്ട്രത്തിൻ്റെ കഠിന പ്രയത്നത്തിലൂടെയും സമർപ്പണത്തിലൂടെയും അതിൻ്റെ ആത്മാർത്ഥതയുള്ള വർക്ക് ഫോഴ്സ് നേടിയെടുത്ത നേട്ടങ്ങളുടെ എല്ലാം അടിത്തറ ഇളക്കുന്ന ചില സ്ഥാപിത താല്പര്യമുള്ള ഗ്രൂപ്പുകളുടെ ഇടയിലുള്ള വളരെ വേഗം വളരുന്ന ട്രെൻഡ് മുളയിലെ നുള്ളിക്കളയേണ്ടതുണ്ട്. ഇവിടെ ഒരു മഹത്തായ രാജ്യത്തിൻ്റെ പുരോഗതിയെ അപകീർത്തിപ്പെടുത്തുവാനും കുറച്ചു കാണിക്കുവാനും അതുപോലെ ദുർബലപ്പെടുത്തുവാനുമുള്ള ഒരു കൂട്ടായ യത്നം പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള ഏതൊരു നീക്കവും ശ്രമവും ഉദ്യമവും മുളയിലെ നുള്ളിക്കളയേണ്ടതുണ്ട്. ഈ കോടതി മാത്രമല്ല, ഒരു ഭരണഘടനാ കോടതിയും ഈ ഒരു ഉദ്യമത്തെയും പരാജയപ്പെടുത്തേണ്ടതുണ്ട്. കോടതികൾക്ക് ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്നത്ര കാലത്തോളം." ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഈ സുപ്രധാനമായ വിധി ന്യായം വാർത്ത ഏതെങ്കിലും മലയാള മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടോ? ഉണ്ടാകാൻ ഇടയില്ല. വി ഷുഡ് എലിമിനേറ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ്. ദ റിസ്ക് ഓഫ് ബീങ് ഹാക്ഡ് ബൈ ഹ്യൂമൻസ് ഓർ AI വൈൽ സ്മോൾ ഈസ് ടു ഹൈ. ഇതാണ് ഇലോൺ മസ്ക് പറഞ്ഞത്. ഇലോൺ മസ്ക് ഇത് പറഞ്ഞത് ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനെ കുറിച്ചല്ല. ഇലോൺ മസ്ക് പറഞ്ഞത് പ്യൂർട്ടോറിക്കോയിലെ വോട്ടിംഗ് മെഷീനെ കുറിച്ചായിരുന്നു. കരീബിയനിലെ ഒരു US ടെറിട്ടറിയാണ് പ്യൂർട്ടോറിക്കോ. അമേരിക്കയിലെ ഒരു വോട്ടിംഗ് കമ്പനിയായ ഡൊമിനിയൻ വോട്ടിംഗ് സിസ്റ്റംസ് എന്ന കമ്പനിയാണ് ഈ വോട്ടിംഗ് മെഷീനുകൾ സപ്ലൈ ചെയ്യുന്നത്. അവിടെ ഈയിടെ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ തോതിൽ ക്രമക്കേട് നടന്നു എന്നാണ് പറയുന്നത്. നമ്മുടേതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ഇലക്ഷൻ പ്രോസസ്സാണ് അവിടെയുള്ളത്. നിങ്ങൾക്ക് പോളിംഗ് ബൂത്തിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ വീട്ടിലിരുന്ന്, ആശുപത്രിയിലാണെങ്കിൽ അവിടെ ഇരുന്ന് ഒക്കെ വോട്ട് ചെയ്യാൻ പറ്റും. ഇലോൺ മസ്ക് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ വീണ്ടും സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത്. നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പ്രവർത്തനത്തെ കുറ്റം പറഞ്ഞു തുടങ്ങുന്നത് പ്രധാനമായും 2014 മുതലാണ്. 2014 BJP വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഓർമ്മിക്കണം, ആ ഇലക്ഷൻ്റെ സമയത്ത് മൻമോഹൻ സിംഗിൻ്റെ UPA മന്ത്രിസഭയായിരുന്നു ഭരണത്തിൽ. ഇലോൺ മസ്കിൻ്റെ ഈ ഒരു പ്രസ്താവന നിരുപദ്രവവും നിഷ്കളങ്കവുമാണെന്ന് കരുതാമോ? ഇല്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് EVMനെ കുറ്റം പറയാതിരുന്ന രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും വീണ്ടും രംഗത്ത് വരുവാൻ ഈ പ്രസ്താവന കാരണമായിട്ടുണ്ട്.
അവർക്കുള്ള അത്യാവശ്യം വെടിമരുന്നാണ് ഇലോൺ മസ്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ഇലക്ഷൻ നോക്കുക. ഭരിച്ചിരുന്ന BJPക്ക് 240, കഴിഞ്ഞ തവണത്തെക്കാൾ 63 കുറവ്. കോൺഗ്രസിന് 99, കഴിഞ്ഞ തവണത്തെക്കാൾ 47 കൂടുതൽ. മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾക്ക് രാജ്യത്താകമാനം വലിയ കുതിപ്പ് ഉണ്ടാക്കുവാനും കഴിഞ്ഞു. ഇതിൽ നിന്നും ഈ ഇലക്ഷനിലും EVMന് അതിൻ്റെ ജോലിയല്ലാതെ അതിനപ്പുറമുള്ള മറ്റ് യാതൊരു പരിഗണനയും ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമല്ലേ. ചുരുക്കത്തിൽ EVM ഇത്തവണയും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് സാധ്യമാക്കി. ഇലോൺ മസ്ക് പറഞ്ഞതിൽ കുറച്ച് ശരിയുണ്ട്. അമേരിക്കയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് സിസ്റ്റം നമ്മുടേതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അവിടെ വിവിധ തരത്തിലുള്ള വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നു. ടച്ച് സ്ക്രീൻ, കൂടാതെ ഓപ്റ്റിക്കൽ സ്കാനറുകൾ, അതുപോലെ വെബ് സെർവറുകൾ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഈ മെഷീനുകൾക്ക് വൈഫൈ കണക്ടിവിറ്റി ഉണ്ട്. അതിനാൽ ഇൻ്റർനെറ്റുമായി ഈ മെഷീനെ കണക്ട് ചെയ്യുവാനും ആകും. ഇവയിലെല്ലാം പലതവണ എറേഴ്സ് ഉണ്ടായതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊരു സിസ്റ്റവും നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് സിസ്റ്റം ഉൾപ്പെടെ ഫുൾ പ്രൂഫാണ് എന്ന് പറയുവാൻ കഴിയുമോ? മനുഷ്യൻ ഉണ്ടാക്കുന്നതല്ലേ, തെറ്റുകൾ പറ്റുവാനുള്ള സാധ്യത ഉറപ്പായുമുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? തീർച്ചയായും EVM എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. കൂടുതൽ സുതാര്യമാക്കാം. VVPAT ഇപ്പോൾ കാണുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. അതിൻ്റെ ഒരു കോപ്പി വോട്ടറുടെ ഐഡന്റിഫിക്കേഷൻ സഹിതം പ്രിന്റ് ചെയ്ത് വോട്ടർക്ക് കൂടി ലഭിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്താൽ കുറച്ചുകൂടി വ്യക്തതയും വിശ്വാസ്യതയും ഇതിന് വരുമായിരുന്നു. പക്ഷേ ഇതെല്ലാം തീരുമാനിക്കേണ്ടത് നമ്മളാണ്, ഇന്ത്യയാണ്, ഇലോൺ മസ്ക് അല്ല. ശരിയാണ്, ഇലോൺ മസ്ക് ഇന്ത്യയെക്കുറിച്ചല്ല പറഞ്ഞത്. പക്ഷേ അയാൾ പറഞ്ഞതിൽ ഇന്ത്യക്ക് കൂടി ചേർത്തുള്ള ഒരു കുത്തുണ്ട്. നമുക്കറിയാം ഇലോൺ മസ്ക് ലോകത്തെ തന്നെ ഏറ്റവും ധനികനായ ഒരു വ്യക്തിയാണ്. പക്ഷേ പണമുള്ളവർ ഈ ലോകത്ത് നിരവധിയുണ്ട്. അവരാരും ഇലോൺ മസ്കിനെ പോലെ ഇടപെടാറില്ല, അഭിപ്രായം പറയാറില്ല. എന്നാൽ ഇലോൺ മസ്കിനെ വ്യത്യസ്തനാക്കുന്നത് അയാളുടെ ഒരു നിലവിലുള്ള പൊസിഷനാണ്, അയാളുടെ നിലവിലുള്ള നിലയും വിലയുമാണ്. അയാൾ ഇടപെടാറുണ്ട്, അഭിപ്രായം പറയാറുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ തൈവാനുമായി ഇലോൺ മസ്ക് ഒരു കാര്യവുമില്ലാതെ ഉടക്കി. ഇലോൺ മസ്ക് തൈവാനെ ഹവായിയോട് ഉപമിച്ചുകൊണ്ട് തൈവാൻ ചൈനയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്ന് പറഞ്ഞു. അതിന് തൈവാന്റെ വിദേശകാര്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: തൈവാൻ ഈസ് നോട്ട് ഫോർ സെയിൽ എന്ന്. ഇയാളുടെ മറ്റൊരു ഇടപെടൽ ഉക്രൈനിലായിരുന്നു. അവരുടെ മിലിറ്ററി ഓപ്പറേഷൻ അവർ ഉപയോഗിച്ചിരുന്നത് സ്റ്റാർലിങ്ക് നെറ്റ്വർക്കായിരുന്നു. 2022 മസ്ക് സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്നതിനുള്ള പെർമിഷൻ ഉക്രൈന് നിഷേധിച്ചു. റഷ്യയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ക്രീമിയൻ തീരത്ത് ഉക്രൈൻ്റെ ഒരു ഡ്രോൺ ആക്രമണം തകർക്കുക എന്നതായിരുന്നു മസ്കിൻ്റെ ഉദ്ദേശ്യം. അതായത് ഉക്രൈൻ്റെ റഷ്യക്ക് നേരെയുള്ള ഒരു ആക്രമണം ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് തനിച്ച് അട്ടിമറിക്കുവാൻ കഴിഞ്ഞു എന്നത് ഒരു ചെറിയ കാര്യമല്ല എന്ന് മാത്രമല്ല, ഈ മനുഷ്യൻ എത്രമാത്രം ശക്തനാണ് എന്നതിന് ഇതിലും വലിയ ഉദാഹരണം മറ്റെന്തെങ്കിലും വേണോ? തീർന്നില്ല മസ്കിൻ്റെ ലീലാവിനോദങ്ങൾ. ബ്രസീൽ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി എക്സിലെ പഴയ ട്വിറ്ററിലെ കുറച്ച് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യുവാൻ ഉത്തരവിടുന്നു. ജഡ്ജിയെ അയാൾ ഡാർത്ത് വേഡർ എന്ന് വിളിച്ചു. ഡാർത്ത് വേഡർ ആരാണ് എന്ന് നമുക്കറിയാം. സ്റ്റാർ വാർസിലെ ഒരു പ്രധാന വില്ലനാണ് ഡാർത്ത് വേഡർ. ഏകദേശം സമാനമായ സംഭവം ഓസ്ട്രേലിയയിലും ഉണ്ടാകുന്നു. ഒരു പള്ളി ആക്രമിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ എക്സിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് ഗവൺമെന്റ് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇലോൺ മസ്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി വരെ വിഷയത്തിൽ ഇടപെട്ടു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അയാളെ വിശേഷിപ്പിച്ചത് അരകൻ ബില്യണർ എന്നായിരുന്നു. എന്താണ് മസ്കിന്റെ പ്രത്യേകത? കോടീശ്വരനാണ്. ബഹിരാകാശ ഗവേഷണ രംഗത്തെ വിപ്ലവാത്മകമായ പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കുന്ന സ്പേസ് എക്സ്, അവർ നാസയ്ക്കൊപ്പമാണ് വർക്ക് ചെയ്യുന്നത്. സ്പേസ് എക്സിന്റെ ഒരു ഭാഗമായ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് സർവീസ്, വൈദ്യുതി വാഹനങ്ങളിലെ ഭീമൻ ടെസ്ല, ഇതിനെല്ലാം പുറമെയാണ് എക്സ് എന്ന സോഷ്യൽ മീഡിയ, പഴയ ട്വിറ്റർ. 550 മില്യൺ ആക്റ്റീവ് മന്ത്ലി യൂസേഴ്സ് ഉള്ള എക്സ് മറ്റു പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വ്യത്യസ്തമായി പൊളിറ്റിക്കൽ ആണ് എന്ന് പറയേണ്ടി വരും. പൊതു അഭിപ്രായം ഉണ്ടാക്കുന്നതിലും സ്വരൂപിക്കുന്നതിലും എക്സിന് വലിയ പങ്കുണ്ട്. മസ്കിന്റെ കയ്യിൽ നിന്നും ഇതെല്ലാം പിടിച്ചു മേടിക്കുവാൻ പറ്റുമോ? ആകുമോ? സാധിക്കില്ല. ഇനി ഇതിനൊരു മറുവശമുണ്ട്. ഒരു രാജ്യത്തെ മസ്ക് ഇതുവരെ ഒരു തവണ പോലും ക്രിട്ടിസൈസ് ചെയ്യുവാൻ മുതിർന്നിട്ടില്ല. ചൈനയാണ് ആ രാജ്യം. 2020 കോവിഡ് ലോക്ക്ഡൌണിന്റെ സമയത്ത് ഇലോൺ മസ്കിന്റെ കാലിഫോർണിയയിലെ ഫാക്ടറി അടച്ചിടുവാൻ ഉത്തരവിടുന്നു. പുള്ളിക്കാരൻ അതൊരു ഫാസിസ്റ്റ് ഓർഡർ ആണെന്നാണ് പറഞ്ഞത്. എന്നാൽ കോവിഡിന്റെ സമയത്ത് ഒരു ലോക്ക്ഡൌണും ചെയ്യാത്ത ചൈനയെ പറ്റി ഇയാൾ ഒരക്ഷരവും മിണ്ടിയില്ല. ബൈഡൻ എല്ലാ ചൈനീസ് വൈദ്യുത കാറുകൾക്കും ഡ്യൂട്ടി കൂട്ടിയപ്പോൾ എല്ലാ അമേരിക്കൻ കാർ നിർമ്മാതാക്കളും സന്തോഷിച്ചെങ്കിലും ഒരാൾ മാത്രം സന്തുഷ്ടനായില്ല. ആരായിരിക്കും അത്? ഇലോൺ മസ്ക് അല്ലാതെ വേറെ ആര്?
ഇതിലുമൊക്കെ തമാശകരമായ മറ്റൊരു കാര്യം, മസ്കിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സ് ചൈനയിൽ നിരോധിച്ചിരിക്കുകയാണ്. ചൈനയുടെ കാര്യം വരുമ്പോൾ ഫ്രീ സ്പീച്ച് ഇല്ല, ഡാർത്ത് വേഡർ ഇല്ല, എന്തിന് ഫാസിസവും ഇല്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് മസ്കിന് ഇത്ര ചൈനീസ് പ്രേമം? ബിസിനസ് അല്ലെങ്കിൽ കച്ചവടം, അത് തന്നെയാണ് മുഖ്യം. ടെസ്ലയുടെ ഒരു കൂറ്റൻ ഫാക്ടറിയാണ് ഷാങ്ഹായിൽ പണിത് ഉയർത്തിയിരിക്കുന്നത്. വർഷത്തിൽ 70,000 കാറുകളാണ് ഇവിടെ നിന്നും പുറത്തിറങ്ങുക. അപ്പോൾ പിന്നെ മസ്ക് ചൈനയെ പറ്റി വല്ലതും പറയുമോ? ഇല്ല. വേണമെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കും ഈ ഒരു ബിസിനസിന്റെ മാർഗം പരീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇലോൺ മസ്ക് നിങ്ങളെ പറ്റി ഒന്നും മിണ്ടില്ല, ഒന്നും പറയില്ല. പക്ഷേ ഒന്ന് ഓർമ്മിക്കണം, പോളിസികൾ നിർമ്മിക്കുവാൻ പാകത്തിൽ ഒരു രാജ്യവും അയാളെ തെരഞ്ഞെടുത്ത് വിട്ടിട്ടില്ല എന്ന്. ഇതേ മസ്ക് നാളെ നമ്മുടെ അരുണാചൽ പ്രദേശിനെ കുറിച്ചും കാശ്മീരിനെ കുറിച്ചും ചൈനയ്ക്ക് അനുകൂലമായി പറഞ്ഞേക്കാം. കാരണം ആത്യന്തികമായി അയാൾ ഒരു ബിസിനസ്സുകാരൻ മാത്രമാണ്. അയാളുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് മുകളിൽ ഒരു പരുന്തും പറക്കരുത്, അതാണ് അയാളുടെ പോളിസി. അതുമാത്രമാണ് അയാളുടെ പോളിസി. പക്ഷേ ഇയാൾ പറയുന്നത് കേട്ട് വാലുപൊക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളും രാഹുൽ ഗാന്ധിയെ പോലെയുള്ള രാഷ്ട്രീയക്കാരും അത് ഓർമ്മിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.